ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. ഇതിൽ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം ഓരോ ഓപ്ഷൻസ്. എവറി റിലേഷൻ ഈസ് 3NF ഈസ് ഇൻ BCNF. 3NFിലുള്ള എല്ലാ റിലേഷനും BCNFിൽ ഉണ്ടെന്ന്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് lossless dependency preserving decomposition into BCNF is always possible. നെക്സ്റ്റ് എ റിലേഷൻ വിത്ത് ടു ആട്രിബ്യൂട്ട് ഈസ് ഇൻ BCNF. ഇത് കറക്റ്റ് ആണ് അല്ലെ. നോക്കിക്കേ, ഒരു രണ്ട് ആട്രിബ്യൂട്ട്സ്, ഒരു റിലേഷനിലെ രണ്ട് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? BCNF ആയിരിക്കും. ഓക്കെ. നോ റിലേഷൻ ക്യാൻ ബി ഇൻ ബോത്ത് BCNF ആൻഡ് 3NF. അപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ എന്താണ്? ഫോൾസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിലെ ട്രൂത്ത് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ ഈസ് റെഫേഴ്സ് ടു ആസ്. ടപ്പിൾസിന് നമ്മൾ എന്താ കോൾ ചെയ്യാം? കാർഡിനാലിറ്റി എന്നാണ് ടപ്പിൾസിനെ കോൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് ടപ്പിൾസിന്റെ ആ നമ്പർ ഓഫ് സെറ്റിന് നമ്മൾ ആ റിലേഷൻ നമ്മൾ പറയുന്നത് എന്താണ്? കാർഡിനാലിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ആസിഡ് പ്രോപ്പർട്ടി. ആസിഡ് പ്രോപ്പർട്ടിയിൽ ഏതൊക്കെയാണുള്ളത്? അറ്റോമിസിറ്റി ഉണ്ട്, കൺസിസ്റ്റൻസി, പിന്നെയോ ഇതിനകത്ത് ഇല്ലാത്ത ഓപ്ഷൻ ഏതാണ്? ഇന്റർ ഡിപെൻഡൻസി അല്ലെ, ഇന്റഗ്രിറ്റി ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതില് സി ആണ് ഇല്ലാത്തത്, ഡ്യൂറബിലിറ്റി. ബാക്കി എല്ലാതും ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഇൻ SQL. SQL അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മുടെ SQL യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഡാറ്റ ലിങ്ക് ലെയർ. ഡാറ്റ ലിങ്ക് ലെയറിന്റെ നമ്മൾ ഡിഫറെന്റ് ലെയേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റൂട്ടിംഗ് ആണ് ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്. കാരണം എന്താണ്? ഡാറ്റയിൽ നമുക്ക് എറർ കൺട്രോളിന്റെ ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോ കൺട്രോൾ, ഡാറ്റയുടെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡാറ്റയിൽ നമ്മൾ ഫ്രെയിംസ് ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതിനല്ലാത്തത് ഏതാണ്? റൗട്ടിംഗ് ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ട്രാൻസ്മിറ്റ് എൻ അൺകംപ്രസ്ഡ് ഇമേജ് ദാറ്റ് ഈസ് 4000 into 300 പിക്സൽസ് വിത്ത് 3 byte പിക്സൽ ഓവർ 100 Mbps ഇതർനെറ്റ്. ഓക്കെ. അപ്പൊ നമ്മുടെ പിക്സൽസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4300 ആണ്. 3 ബൈറ്റ് ആണ് വരുന്നത്. എത്ര MBPS സ്പീഡിലാണ് വരുന്നത്? 1000 MBPSലാണ് നമുക്ക് ഇതർനെറ്റിന്റെ വരുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ടൈമിൽ എത്ര എണ്ണം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു? അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഇമേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള കണ്ടന്റുകൾ ആദ്യം നമ്മൾ നോക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുമ്പോ എന്താണ്? ആദ്യം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ്, പിക്സൽസ് നമുക്ക് കാണണം. ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് നമുക്ക് കാണണം. ഓക്കെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് വന്നിരിക്കുന്നത്? ഇതിനകത്ത് 4000 ഉണ്ട്, 3000 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഞാൻ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്, കാരണം എഴുതി വരുമ്പോൾ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന് ആൻസർ എങ്ങനെ വരും? 4000 into 3000 ആണ്. ചെയ്യുമ്പോൾ എത്ര വരും? 4 into 3 എന്ന് പറയുന്നത് എത്രയാണ്? 12 അല്ലെ. അപ്പൊ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യുക. ബാക്കി നമ്മൾ സീറോസ് അങ്ങനെ ഇട്ട് കൊടുക്കും. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടുന്നത് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇസ് ഈക്വൽ ടു 12 lakh ആണ് അല്ലെ. നമുക്ക് 3 പൂജ്യം ഇവിടെയുണ്ട്, 3 പൂജ്യം ഇപ്പുറത്തുണ്ട്. അപ്പൊ നമുക്ക് 12 കഴിഞ്ഞിട്ട് 6 പൂജ്യം നമുക്ക് കിട്ടും. ഓക്കെ. 12 lakh ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലെ. ഇത്രയും പിക്സൽസ് ആണ് നമുക്ക് എന്തെന്ന് പറയാം? ഓക്കെ. ഇത്രയും പിക്സൽസ് ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബൈറ്റ്സ് കാണണം. അപ്പൊ ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും എഴുതുമ്പോൾ ടൈം ലാഗ് വരണത് കൊണ്ടാണ് അതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? നമുക്ക് എത്ര ബൈറ്റ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 3 ബൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 3 ബൈറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിസൾട്ട് കിട്ടാം? 3 ബൈറ്റ് 12 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 36 ആണ് ആൻസർ വരുന്നത് അല്ലേ? അപ്പൊ 36, പിന്നെ ആ സീറോസ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ 36 lakh ബൈറ്റ്സ് ആണ് നമുക്ക് ഇവിടെ എന്തെന്ന് പറയണത്? ടോട്ടൽ നമ്പർ ഓഫ് ബൈറ്റ്സിന്റെ വരുന്നത്. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബൈറ്റ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഈ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ബൈറ്റ്സിനെ നമുക്ക് എന്താണ് ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിറ്റ്സിന്റെ പെർ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് എന്ന് അറിയാം? ഒരു ബിറ്റ് എന്ന് പറയുന്നത് 8 ബൈറ്റ്സ് ചേർന്നതാണ് അല്ലെ? നമ്മൾ ഒരു ബിറ്റിനെ സോറി ഒരു ബിറ്റ് 8 ബൈറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് 8ന്റെ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഇതിനെ ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ ബൈറ്റ്സിനെ ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ ഇൻറ്റു 8 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എത്ര വാല്യൂ കിട്ടാം? 36 ഇൻറ്റു 8 എന്ന് പറയുന്നത് 288 ആണ് വാല്യൂ വരുന്നത്. അത്രയും ലാക്ക്. ഓക്കെ, ബാക്കി സീറോസ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സീറോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എക്സാമിന് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ മാക്സിമം സീറോസ് വരുന്ന വാല്യൂസിന് സീറോസ് സ്കിപ്പ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലാസ്റ്റ് ആ സീറോസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയും നമ്മൾ എന്താണ് ബൈറ്റിനെ ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. ബൈറ്റ് ടു ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് 288 എന്നുള്ള വാല്യൂ കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 100 MBPS സ്പീഡിലുള്ള കാര്യമാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ? 100 MBPSൽ നമുക്ക് എത്ര ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഇമേജസിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? ഈ ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയാണ്? നമ്മുടെ 100 ലാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂ കിട്ടാം 2.88 ആണ്. നോക്കാം, 100 100 കഴിഞ്ഞിട്ട് വീണ്ടും 6 സീറോസ് ആണ് വരുന്നത്. 100 MBPS എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് വാല്യൂ കിട്ടുന്നത് ഈ ഒരു വാല്യൂ ആണ്. അതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? മുകളിലും താഴെയും സീറോസ് ഉള്ളത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 288നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 2 വാല്യൂ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2.88 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത്രയും സെക്കൻഡ്സ് ആണ് വരുന്നത്. ഓക്കെ, 288 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 2.88 സെക്കൻഡ്സ്. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതില് 2.88 സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലോ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്റർനെറ്റിന്റെ അത് കണ്ടുപിടിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ മാക്സിമം ബിറ്റ് റേറ്റ് പോസിബിൾ in a noiseless channel with a bandwidth of 2500 Hz transmitting signals with 4 signal levels. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാനിപ്പോ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ പറയാണ്. 10 kbps ആണ് അതിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡാഷ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോർ ടോക്കൺ ബസ്. ടോക്കൺ ബസിന്റെ സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോക്കൺ ബസിന്റെ സ്റ്റാൻഡേർഡ് ഏതാണ്? IEEE 8.802.4 ആണ് ടോക്കൺ ബസിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലോ കൺവേർജൻസ് പ്രോബ്ലംസ് ഒക്കർ ചെയ്യുന്നത് ഇതിലാണ് RIP യിലാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ദാറ്റ് ഈസ് എ കണക്ഷൻ ഓറിയന്റഡ് റിലയബിൾ പ്രോട്ടോകോൾ. കണക്ഷൻ ഓറിയന്റഡ് റിലയബിൾ പ്രോട്ടോകോൾ ഇതിൽ ഏതാ? TCP, ട്രാൻസ്മിറ്റഡ് കൺട്രോൾ പ്രോട്ടോകോൾ ആണ് കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള റിലയബിൾ പ്രോട്ടോകോൾ ആയിട്ട് വരുന്നത്. DNS is used to convert domain name into ഡൊമൈൻ നെയിമിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ DNS യൂസ് ചെയ്യുന്നത്? IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, DNS യൂസ് ചെയ്യുന്നത് ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the port number used by SMTP? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും ഓരോ പ്രോട്ടോക്കോളിന്റെയും പോർട്ട് നമ്പർ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ അടുത്ത് സിമ്പിൾ ആയിട്ട് ചോദിക്കാം, നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. SMTPയുടെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അതിന്റെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in RSA crypto system, the sender A uses two prime numbers P is equal to 3, Q is equal to 11. അപ്പൊ 3യും 11 ആണ് എടുത്തിരിക്കുന്നത്. എന്തിന്? ടു ജനറേറ്റ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീസ്. പബ്ലിക്കും പ്രൈവറ്റ് കീസും ജനറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇഫ് ദ പബ്ലിക് കീ ഓഫ് എ ഈസ് 7, പബ്ലിക് കീ എ എന്ന് പറയുന്നത് 7 ആണെങ്കിൽ അതിന്റെ പ്രൈവറ്റ് കീ ഓഫ് എ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പബ്ലിക് കീ 7 ആണെങ്കിൽ അതിന്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് എയുടെ പ്രൈവറ്റ് കീ എത്രയായിരിക്കും? ആൻസർ 3 ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് എ നെറ്റ്വർക്ക് ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ. നെറ്റ്വർക്ക് ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ ഏതാണ്? കെബ്രോസ് കേട്ടോ. കെബ്രോസ് ആണ് നെറ്റ്വർക്ക് ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് പ്രോട്ടോകോളിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രോട്ടോകോളും അതിന്റെ പോർട്ട് നമ്പറും ഓരോ പ്രോട്ടോകോളും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കും. ഓക്കെ, നെക്സ്റ്റ്, in RMI, the process of passing parameters to a remote method from client to server and vice versa is called, എന്താണ് ആൻസർ വരുന്നത്? നിങ്ങൾ കമന്റിൽ ഒന്ന് നോക്കാം. ഓക്കെ, കമന്റിൽ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് അവിടെ തൊട്ടിട്ടുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.